ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്നോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 11 എന്തായിരുന്നു പ്രത്യേകത? ജൂലൈ 11 കഴിഞ്ഞു അല്ലെ? എന്താണ് പ്രത്യേകത ഉണ്ടായിരുന്നത്? വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്, അതായത് ലോക ജനസംഖ്യാ ദിനം. എന്തിനാ ഇപ്പൊ ജൂലൈ 11 കുറിച്ച് പറയാനുള്ള കാരണം എന്താ? അതായത് വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോക ജനസംഖ്യാ ദിനമാണ്. എന്തായിരുന്നു ലോക ജനസംഖ്യാ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു? ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. അതായത് ആരും ഒഴിവാക്കപ്പെടരുത്, എല്ലാവരും കണക്കെടുപ്പിന്റെ ഭാഗമാക്കുക, എല്ലാവരെയും കണക്കെടുപ്പിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിന സന്ദേശം. എന്തിനാണ് ഇപ്പൊ ഇതിവിടെ പറയുന്നത്? അതായത് കണക്കെടുക്കുക അല്ലെങ്കിൽ കണക്കെടുപ്പിന്റെ ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ എന്താണത്? സെൻസസ് അല്ലെ? അപ്പോ ഇന്ത്യ ഇന്ന് സെൻസസിന്റെ തിരക്കിലാണ്. നമുക്കറിയാം ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അത് ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ ഇപ്പോൾ സെൻസസിന്റെ തിരക്കിലാണ്. സെൻസസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ PSC ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ശാസ്ത്രീയമായി സെൻസസ് ആദ്യം നടന്നത് 1872 അതിനുശേഷം ഇന്ത്യ ഒട്ടാകെ ഒരു സെൻസസ് നടത്തുകയുണ്ടായി അന്നത്തെ വൈസ്രോയി. അതാണ് കറക്റ്റ് ആയിട്ട് കണക്കെടുപ്പ് എന്ന് പറയുന്നത്. അത് 1881 അന്നത്തെ വൈസ്രോയി റിപ്പൺ പ്രഭു ആയിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നടന്നത് ആദ്യമായി സെൻസസ് നടന്ന വർഷം ഏതാണെന്ന് അറിയാമോ? അത് 1951 അപ്പൊ ഇപ്പൊ 2026. അപ്പൊ ഇപ്പോ എത്രാമത്തെ സെൻസസ് ആണ് നടക്കുന്നത്? 8ാമത്തെ സെൻസസ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8ാമത്തെ സെൻസസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കണക്കെടുപ്പ് പ്രകാരം ഇപ്പോൾ നടക്കുന്നത് 16ാമത്തെ സെൻസസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സെൻസസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 ജൂൺ 16 കേന്ദ്ര സർക്കാർ സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയത്. 2027 മാർച്ച് 1 ജനസംഖ്യയാണ് ഈ ഒരു സെൻസസിലൂടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറന്നു പോകരുത്. ഓക്കെ.